അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് കാർഷിക മേഖലയിൽ നിന്നും സിനിമാ മേഖലയിലേക്ക് വന്ന അഭിനയ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ ഒരു കലാകാരന്റെ ഓണവിശേഷങ്ങളാണ് ഇന്ന് ദൃശ്യ ടിവിയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു നെടുങ്ങുന്നത്. സഞ്ജു ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ പാലക്കാട് ആദ്യം കാണുമ്പോൾ ചോദിക്കുന്നു, എന്നാ ഉണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഓണമൊക്കെ സ്വാഭാവികമായിട്ടും വിശേഷം ഒത്തിരി ഉണ്ട്. അതെ അതെ അതെ. എന്നാലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ സന്തോഷിക്കുന്നു. ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം എന്താ പറയുക, പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം സ്റ്റാർ മാജിക്കിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, സോറി സ്റ്റാർ മ്യൂസിക്കിന്റെ. അതിനകത്ത് ആ പരസ്യം കാണാൻ ഞാൻ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അത് എനിക്ക് സന്തോഷമുണ്ട്, നേരിൽ കാണാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്നാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. അപ്പം ആ ഒരു കടന്നു വരുന്നത് അതെങ്ങനെയാണ്? അത് ശരിക്കും പറയാനാണെങ്കിൽ ഒത്തിരിയധികം കഥകളുണ്ട്. എന്നാൽ പോലും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം മുതലേ ഈ ഒരാഗ്രഹവും, ഒപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ സെലിബ്രിറ്റീസും ആസ്വദിക്കുന്ന ആളായതുകൊണ്ട്, പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, നമ്മുടെ എന്നും ആരാധിക്കുന്ന ആളുകളായിരുന്നു. പ്രത്യേകം മൂവീസും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ അപ്രവാളികൾ എത്തിത്തേരണം എന്നൊരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പാലാപുരം നാട്ടുകാരായതുകൊണ്ട് ഇതെങ്ങനെ എത്തിച്ചേരുമെന്ന ട്രാക്ക് നമുക്കറിയില്ല. കാരണം നമുക്ക് അങ്ങനെ യാതൊരു പാരമ്പര്യവും ഇല്ല, നമ്മുടെ കുടുംബത്തിലില്ല, സുഹൃത്തുക്കളില്ല സിനിമയായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ നമ്മുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടിരുന്നത് നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ ചെറുപ്പം മുതൽ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കിറ്റുകൾ, ചെറിയ ഡ്രാമകൾ, പിന്നെ ശേഷം വന്ന ക്ലബ്ബുകൾ, ഞാൻ പറഞ്ഞ ലയൺസ്, ജെയ്സൺ ക്ലബ്ബുകളുണ്ട്. അവിടെ പിന്നെ നമ്മുടെ പള്ളി പെരുന്നാളിന് മുമ്പായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്കിറ്റ്, ബാലെ, ഈ ഫണ്ണി ആയിട്ടുള്ള കോമഡി ബാലകൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരു കോമൺ ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഞങ്ങൾ ചെയ്ത പ്രോഗ്രാം വേറെ ക്ഷണിച്ചിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാനും വിളിച്ചിട്ടുണ്ട്. വെറും ഫണ്ണാണ്, ഭയങ്കര മൂല്യമുള്ള ഒന്നുമല്ല. പക്ഷേ പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കോമഡി സ്റ്റാർസിനെ കുറേ എടുത്തിട്ട് ഞങ്ങൾ ക്രോപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യും. കുറേ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു ഇതിനോട് ഇഷ്ടം നമ്മൾ നിറവേറ്റിക്കൊണ്ട്. പിന്നെ നമ്മുടെ എൻട്രി എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് എൻ്റെ രാമപുരത്ത് തന്നെയാണ്, ഇൻഡസ്ട്രി തന്നെയുള്ളതാണ്, മനോജ് പണിക്കർ എന്ന് പറയുന്നത്. അപ്പം മനോജ് പണിക്കർ അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം പിടിച്ചു, ഭൂതം ഭാവി വർത്തമാനം എന്ന് പറയും. അദ്ദേഹം അതിന് വേണ്ടി എന്നെ അതിന് രാഘവൻ എന്ന് പറയും നെഗറ്റീവ് റോള് കാസ്റ്റ് ചെയ്യാൻ നേരത്തെ നോക്കിയപ്പോൾ അതൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേ കണ്ടിരുന്നു, നമ്മുടെ ഈ സ്കിറ്റ് ബാലയൊക്കെ. അപ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ടെന്നുള്ളത് മനോജ് അറിയാമായിരുന്നു. അങ്ങനെ ഒരിക്കലും മനോജ് പറഞ്ഞു, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, സിനിമാറ്റിക്കാണ് ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ രാഘവൻ എന്നൊരു നെഗറ്റീവ് റോൾ സഞ്ജു ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നെഗറ്റീവ് റോളോ എനിക്കോ എന്നൊക്കെ ഞാനൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അത്. പക്ഷേ ആക്ച്വലി അങ്ങനെ പറഞ്ഞു വെച്ചെങ്കിലും അത് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു കോൾ വന്നു. മിസ്റ്റർ ഹാക്ക് എന്ന് പറഞ്ഞ മൂവി, ഇപ്പോൾ 2 വർഷം മുമ്പ് ഇറങ്ങിയത്. ആക്ച്വലി 2016 ഷൂട്ട് ചെയ്താൽ മൂവി. ഇടുക്കി ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അതിന് മുൻപത്തെ പേര്, അത് മാറി മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞ് റിലീസായി. ആ പടം റിലീസായ സമയത്ത് ഏതോ ഒരു ആർട്ടിസ്റ്റിന് വെച്ചിരുന്ന ഒരു ക്യാരക്ടർ റോൾ ഉണ്ടായി. ഒരു ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു കമാൻഡോ ഓഫീസർ, ഒരു മലയാളി ആവണം, നല്ല അത്യാവശ്യം സൈസുള്ള ആളാവണം, മീശ വേണം, അങ്ങനെ ലുക്കുള്ള വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇർഷാദ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ പറ്റി വെച്ചിരുന്ന റോളായിരുന്നു അത്. എന്തോ കാരണം വെച്ചാൽ അദ്ദേഹം ഇല്ല, തലേദിവസം വിളിച്ച് പിറ്റേ ഷൂട്ടിനില്ല, അവൈലബിൾ അല്ല എന്ന് അറിയിച്ചപ്പോൾ ഒരു പെട്ടെന്ന് ഓൾട്ടർനേറ്റീവ് ഒരു ആർട്ടിസ്റ്റിനെ നോക്കി, ആരൊക്കെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതിലൊരു കോ പ്രൊഡ്യൂസർ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സുഹൃത്തുണ്ട്, ഈ ഫിഗറൊക്കെ കിട്ടും, അയാൾ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷേ അയാൾ അഭിനയിക്കും എന്ന് നമ്മൾ ഈ സ്കിറ്റൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതുകൊണ്ട് അതേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ എന്നെ അവിടുന്ന് ഡയറക്ടർ എന്നെ വിളിക്കുന്നു. ഞാൻ ആക്ച്വലി തൊടുപുഴയായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ മറുപടി തന്നെ ഇങ്ങനെയായിരുന്നു, എൻ്റെ ശരീരം വിട്ടുതരാം, എന്നെ അഭിനയിപ്പിക്കാൻ പറ്റി അഭിനയിപ്പിച്ചോ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ അസോസിയേറ്റ് എന്നെ വിളിച്ചത്. ഞാൻ പെട്ടെന്ന് അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഒരു 2 മണിക്കൂറിൽ വൈക്കം കാഞ്ഞിര മറ്റായിരുന്നു ലൊക്കേഷൻ, വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിതിൻ്റെ സീരിയസ് അറിയില്ല. ഞാൻ ഇന്നില്ല, നാളെ വരാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നാളത്തേക്ക് വേണ്ട ഷൂട്ടിനാണ്, നിങ്ങൾ ഇങ്ങനെ സിനിമയ്ക്ക് ഇത് രീതി പറ്റിയാലെന്ന് പറഞ്ഞു. പക്ഷേ ശരി എന്നാൽ വരാം. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെയൊക്കെ ഷോപ്പിങ്ങിന് വിട്ടേ, അവരെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ നേരെ ചെന്നു. അപ്പോൾ അവർ ചെന്നപ്പോൾ ഒരു സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു. ഞാൻ അഭിനയിച്ചൊരു 30 സെക്കൻഡ്സ് ആയപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ യു ആർ, നിങ്ങൾ കൊള്ളാം, നിങ്ങൾ ഓണ ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ആ എൻട്രി സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു. അതെ അതെ അതെ, അത് വന്നു. ആദ്യത്തെ പിറ്റേ ദിവസം വന്നു, ഷോട്ട് പറഞ്ഞു. ഞാൻ പിന്നെ നമുക്ക് ആക്ച്വലി ആക്ഷൻ കട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഉള്ളൂ. ഞാൻ അതിൽ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതിൻ്റെ ട്രാക്ക് അറിയണമല്ലോ. ഏതായാലും ചെന്നു ഫസ്റ്റ് ഷോട്ടിൽ നമ്മൾ ചെയ്ത് ഓക്കെ. ആദ്യത്തേനകത്ത് ഒറ്റ സെൻറ്റൻസ് ഡയലോഗ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ
അവർ കൈയടിച്ചു. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആവും. അത് പറഞ്ഞ് ഇത്ര ഉള്ള സംഭവം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ 3 ദിവസമായിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു, അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് തൊട്ട് പറയുക തന്നെ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം, മനോജ് പറഞ്ഞ ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. രാഘവൻ തന്നെ നെഗറ്റീവ് റോളാണ് ചെയ്തത്. അപ്പോൾ ഒരു റഫ് ലുക്കിലൊക്കെ ആക്കി അത് ഒത്തിരി അധികം ആൾ തന്നെ വിളിച്ചു. അത് ഒത്തിരി വ്യൂസ്, ലാക്സിന് പോലെ ആ വ്യൂസ് പോയത്. ഒത്തിരി ആൾ തന്നെ വിളിച്ചു പറഞ്ഞു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഭയങ്കര സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു ഇത് കൊള്ളാലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചുകൂടെ ഇതിൽ സീരിയസ് ആയിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഓരോ സിനിമയിൽ ചെന്നപ്പോൾ അവർ ഓരോ എഡിമാരും ഡയറക്ടർമാരും പരിചയം വന്ന് അങ്ങനെ സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളുമായിട്ട് ഓരോ ബന്ധങ്ങളായി. അങ്ങനെ വിളിച്ച് ഏകദേശം 35ഓളം സിനിമകളൊക്കെ ചെയ്തു. ഏകദേശം 8ഓളം സീരിയൽ അഭിനയിച്ചു, 20ഓളം പരസ്യങ്ങളിൽ അഭിനയിച്ചു, ഷോർട്ട് ഫിലിം 3 വെബ് സീരീസ് 2. അങ്ങനെ പോകുന്ന എൻ്റെ സിനിമാ ജീവിതം. ഈ കാർഷിക മേഖല എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ആ ബന്ധം ചെയ്തിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലും വലിയ ഒരു ഇഷ്ടമാണ് ഈ അഭിനയത്തോടുള്ളത്. തീർച്ചയായും ഇതൊരു ഈ ഒരു പാഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ എത്തിപ്പെടണമെന്ന് അറിയത്തില്ലാത്തതുള്ളൂ. ഇല്ലെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ വന്ന് കാരണം ഇത് ഭയങ്കരമായ ഞാൻ ഫോക്കസ് ചെയ്ത ഏരിയ. ഞാൻ പറഞ്ഞല്ലോ സെലിബ്രിറ്റി ആവണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം. ചെറുപ്പത്തിൽ നമ്മൾ സെലിബ്രിറ്റികൾ ആരാധിക്കുന്ന നമുക്ക് അത് ഇഷ്ടമാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ, ഡിഗ്നിറ്റി അത് കിട്ടുമല്ലോ. അത് നമുക്കത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, എനിക്ക് ഇഷ്ടമായിരുന്നു. അതായത് നമ്മുടെ ഈ ഫോക്കസ് ചെയ്യാനുള്ള ഈ ഏരിയ ഫോക്കസ് ചെയ്യാൻ പ്രധാന കാര്യം. ഏതായാലും ഭാഗ്യവശാൽ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നു വരുന്നു, ഭംഗിയായി വരുന്നു. ഇപ്പം അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം അതൊക്കെ വലിയ ഭാഗ്യമല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. ഇപ്പൊ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, അതുപോലെ തമിഴ് സിനിമകളിൽ അഭിനയിച്ചു. 2 സിനിമ. അപ്പം ഇതെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ലുക്കും ക്യാരക്ടർ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടർ എടുത്തു നോക്കുമ്പോൾ അത് ഒരു അഭിനേതാവിന്റെ വിജയം തന്നെയല്ലേ? കാരണം എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുക എന്നുള്ളൊരു അതൊരു വിജയമാണ്. തീർച്ചയായിട്ടും അതെ. അത് നല്ല ശതമാനം ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെയും ഉറപ്പായിട്ടും മേക്കപ്പ് വളരെ പ്രസക്തമായ റോളുണ്ട് നമ്മളെ ഒരു വ്യത്യസ്ത രീതിയിലാക്കിയെടുക്കുക എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ഫിസിക്കലി നമ്മൾ പറയാം, നമ്മളൊരു കൊമ്പൻ മീശയും ഒരു എന്താ പറയുക ഒരു നമ്മൾ ഒരു കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഭയങ്കര സീരിയസ് ആണല്ലോ. മറിച്ച് നമ്മളൊരു വളരെ നമുക്ക് തന്നെ അങ്ങനെ ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റും. ചേഞ്ച് ഓവർ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിനോട് ഇഷ്ടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് പഠിക്കുമല്ലോ. നമ്മൾ ഒത്തിരി സിനിമകൾ കാണാൻ റെഫറൻസ് എടുക്കും, പല സിനിമകളെ ക്യാരക്ടേഴ്സ് നോക്കും, പുസ്തകങ്ങൾ വായിക്കും. നേരത്തെ ആളുകളൊക്കെ ഉദാഹരണം തെലുങ്കൻ ചേട്ടനൊക്കെ എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരൊന്നും അല്ലെന്നല്ല ഇഷ്ടപ്പെട്ട നടന്മാർ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് റെഫർ ചെയ്ത കുറേ ബുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വായിക്കും. അപ്പോൾ നമുക്ക് കുറേ പഴയ കാലത്തിൽ വ്യത്യസ്തമുണ്ട്. ഇപ്പൊ ഭയങ്കര ബിഹേവ് ചെയ്യുന്ന രീതിയാണ്, വളരെ നാച്ചുറലായിട്ട്. പണ്ടത്തെ പോലെ ഭയങ്കര എക്സ്പ്രഷൻ ഒന്നും തുടങ്ങുന്നില്ല. നാച്ചുറൽ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു അഭിനയമുണ്ട്, ഒരു കള്ളുകുടിയന്റെ. അത് നാച്ചുറൽ ആയിട്ട് തന്നെ അല്ലേ? അതെ അതെ അതെ. ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അത് നമുക്കറിയാം, ഈ സിനിമകൾ ഒത്തിരി റിവ്യൂ ചെയ്യുന്നവരാണ് അശ്വന്ത് കോക്ക്. അശ്വന്ത് കോക്ക് അതിനകത്ത് അത് റിവ്യൂ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ അറിയില്ല ആരാന്ന്. അശ്വന്ത് കോക്ക് പറയുന്ന ഡയലോഗ് ഇതാ, അതിലൊരു നടനുണ്ട്, അയാൾ അതിന്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറാണെന്ന് എനിക്ക് അറിയത്തില്ല, ആ അടിച്ച് സെറ്റായി. അയ്യോ ആ ഭാവം കാണുന്നത് ഇത് ഒറിജിനൽ ആണ്, കുടിച്ചിട്ടിരിക്കുവാണ്. നമ്മള് പരിചയപ്പെടുന്നതിന് മുന്നേ ഞാനിത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ശരിക്കും കുടിച്ചിട്ട്. അതെ അതെ അയാൾ അങ്ങനെ അതെനിക്ക് ഡയറക്ടർ ഭയങ്കരമായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞത് അതിനകത്ത് എനിക്ക് ഡയലോഗ്സ് അതിലും സീൻസ് 10-15 സീൻസ് ഉണ്ട്. പക്ഷെ അത് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ എന്നെ പറഞ്ഞിരുന്നത് അദ്ദേഹം വിഷ്ണു നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടർ, നടന്ന സംഭവം മൂവി. അപ്പൊ അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട ക്യാരക്ടർ ഇങ്ങനെയാണ്, നിങ്ങൾ പാലാക്കാരെ കച്ചായ മത്സരത്തിലുണ്ടാവും, നന്നായിട്ട് കള്ള് കുടിക്കും, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കള്ള് കുടിക്കും, ടച്ചിങ്സ് കഴിക്കും, സേർട്ട് വലിക്കും, സംസാരിക്കുക, കിട്ടുന്ന സമയം മുഴുവൻ ഇത് തന്നെ പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അതൊക്കെ നമ്മൾ ചിരിക്കുന്നത് എല്ലാം നമ്മുടെ ഫ്രെയിം ഫുള്ളി ഇങ്ങനെ സിംഗിൾ ഫ്രെയിമിൽ തന്നെ കാണിക്കുന്നുണ്ട് പല സീനുകളിലും. അപ്പൊ ഒന്ന് സിഗരറ്റ് വലിക്കുക, കള്ള് കുടിക്കുക, ടച്ച് ഇത് തന്നെ പരിപാടി, അടിച്ച സെറ്റ് ആയിരിക്കും നമ്മൾ. അപ്പൊ അതിന് നമ്മൾ ഈ പ്രത്യേകിച്ച് പൂസ് കൂടുതൽ ഫീൽ തോന്നിക്കാൻ വേണ്ടി കണ്ണിന് നമുക്ക് ചുണ്ടപ്പൂ എന്നൊരു പൂ ഈ കഥകളിക്കാരൊക്കെ ഉപയോഗിക്കും. ആ വെച്ച് കണ്ടൊക്കെ ചുവന്ന് കൊടുത്ത് പഴുത്ത ആൾക്കാർ ചോദിക്കണം, കണ്ണ് പഴുത്ത പണ്ട് ശ്രീനിവാസൻ പഴുത്തിലിരിക്കുന്നതെന്നൊക്കെ ആൾക്കാർ പറയും. അപ്പൊ അത് എനിക്ക് നല്ല അത്രയും ഒരു അത്യാവശ്യം ചെറിയൊരു ബ്രേക്ക് കിട്ടിയ ഒരു മൂവിയാണ്. പലരും വിളിക്കുകയും അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് പിന്നെ എൻ്റെ ലുക്കും എല്ലാം വേറെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഈ നമ്മളെ പോലെയുള്ള ഇങ്ങനെ കയറി വരുന്ന നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഷേപ്പ് മാറിയാലും ഈസിയാണ്. നമ്മളെ സംബന്ധിച്ചിലും രജിസ്റ്റർ ആകാനുള്ള പടങ്ങൾ ഇനിയും കിടക്കാം, ഇനിയും ഉണ്ട്, വരാനുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളൊരു ഇടത്തരം നമ്മൾ താഴെ നിൽക്കുന്ന വളർന്നു വരുന്ന നടന്മാരാണ്.
അപ്പൊ അതുകൊണ്ട് എന്റെ ആ ചേഞ്ചസ്, ആ മേക്ക് ഓവർ കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ ആദ്യമേ ചോദിച്ചത്, വ്യത്യസ്തമായിട്ടായിരുന്നു. അതെ അതെ, അങ്ങനെ കുറെ മൂവിയിൽ നമുക്ക് ഒത്തിരി ഗെറ്റപ്പ് വന്നില്ല. അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഭാവിയിലോട്ട് നമുക്ക് റെഫറൻസിന് അത് കാണിക്കാം. പക്ഷെ അപ്പൊ ആളുകൾക്ക് തിരിച്ചറിയാൻ പാട് വരും. പക്ഷെ ഇപ്പം ആളുകൾ തിരിച്ചറിയുന്നു, സീരിയലും എല്ലാം ഉള്ളത് കൊണ്ട്, പ്രത്യേക സീരിയലുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങള്, ലേഡീസ് പെട്ടെന്ന് റീകഗ്നൈസ് ചെയ്യും. ആണുങ്ങൾ പൊതുവായിട്ട് കാണുന്നുണ്ട്, ഇല്ലെന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, കൂടുതൽ കാണുന്നത് നമ്മള് റേഷ്യോ നോക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ പരസ്യം നോക്കുവാണെങ്കിൽ നമ്മുടെ മഞ്ജു ചേച്ചിയോടൊപ്പം ഉണ്ട്, ലാലനോടൊപ്പം മൈജിയുടെ. അപ്പൊ അവരുമായിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മള് ആളുകൾ പൊതുവെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇവരിങ്ങനെ ആർട്ടിസ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ എല്ലാവർക്കും വീട്ടിലാണെങ്കിൽ പോലും ചോദിക്കുക അവരെങ്ങനെയുണ്ട്, ലാലേട്ടൻ എങ്ങനെയുണ്ട്, മമ്മൂക്ക എങ്ങനെയുണ്ടെന്ന്. ഇവരൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ആളുകളാണ്. നമ്മൾ അടുത്തിടപഴകുമ്പം വളരെ സിമ്പിളായിട്ട് സംസാരിക്കുകയും മമ്മൂക്കയൊക്കെ ആയിട്ട് ഞാൻ പുഴു എന്ന് പറഞ്ഞ മൂവിയിലാണ് 2-3 ദിവസം ഒത്തിരി സംസാരിച്ചു തുടങ്ങി. മമ്മൂക്ക ഭയങ്കര തമാശയും ഒക്കെ പറഞ്ഞ്, അതുപോലെ ഏട്ടനായിട്ടാണെങ്കിലും റാമെന്ന് പറഞ്ഞ മൂവി ചെയ്തായിരുന്നു. അപ്പോൾ അത് പടം വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് പിന്നെ ആദ്യം അത് കോവിഡിന് മുമ്പ് ഷൂട്ട് ചെയ്ത് പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത് പറഞ്ഞ അതിൻ്റെ സീൻസ് കുറേ പോയി എന്നൊക്കെ, മീൻസ് അടുത്ത സീൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വളരെ അവർ നല്ല ഫ്രീ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പല ബിസി ഹെക്ടിക് ആയിട്ട് ഷെഡ്യൂളുകളിൽ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ വരുന്നത് നമുക്ക് മൈൻഡ് ഫ്രീ ആണെങ്കിൽ നമ്മളുമായിട്ട് വളരെയധികം അടുത്തിടപഴകുകയും സംസാരിക്കുകയും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യും. അവർ ബിസിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല. തലേ ദിവസം നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടായിരിക്കും ആൾ രാവിലെ ഇവിടെ വരിക. അപ്പം ഇവിടെ കിടന്ന ബ്രേക്ക് ആയിരിക്കും അവർ ഉറങ്ങാനൊക്കെ ഉപയോഗിക്കുക. ആ സമയത്ത് സംസാരിക്കാൻ ചെന്ന ആളുകൾ ഉറപ്പായിട്ടും അവരുടെ റെസ്പോൺസ് പലപ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. ജാടെന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല, ഞാൻ നമ്മളെ ഗിരി ശ്രദ്ധിക്കുന്ന മമ്മൂക്കാനൊക്കെ ഞാൻ കാണുന്ന സമയത്ത് 1 മിനിറ്റ് ഇരിക്കാൻ സമ്മതിക്കില്ല. ഒരാളിങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാവരെയും മൊബൈലിൽ ക്യാമറയാണ്. ഇത് വരുമ്പോൾ ഒരു സെൽഫി എടുത്തു. അപ്പോൾ ചോദിക്കുമ്പോൾ പറ്റിയെന്ന് പറയാൻ പറ്റും, ഏറ്റവും നിൽക്കും എടുക്കും. അപ്പം ഞങ്ങൾ തന്നെ ചോദിച്ചു, മമ്മൂക്ക ഇങ്ങനെ വരുമ്പോൾ ഈ പിള്ളേർ എഡിറ്റ് ഇതിൽ അടുത്ത റൂളും അവൻ കേൾക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഇവർ ഭയക്കുന്നുണ്ട്, സ്നേഹം കൊണ്ട് ഭയക്കുന്നുണ്ട്. പ്രേക്ഷകർ കുറ്റം പറയാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകരാണല്ലോ അവരുടെ പ്രധാനം. അതുകൊണ്ട് തന്നെ നിസ്സാര കാര്യങ്ങളെ പോലും അവർ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, എൻ്റെ മുന്നേ നമുക്ക് എന്തിനിങ്ങനെ എണീക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അടുത്തൊന്നും പറയാൻ ഭയങ്കര തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പം മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള സ്വഭാവത്തിന്റെ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞ കുറെ ട്രോളുകൾ. അതെ 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 അതെ. അപ്പം ആളുകൾ ഇതിന് അകമയുള്ള കാര്യങ്ങൾ അറിയില്ല. പിന്നെ ഇത് ക്യാരവനൊക്കെ ചെയ്താൽ ആൾക്കാർ പറയും പലപ്പോൾ കുറ്റമായിട്ട് പറയാം. പിന്നെ ക്യാരവനൊക്കെ ഇവർക്കൊരു പ്രൈവസിക്ക് വേണ്ടിയും ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ സംബന്ധിച്ചുള്ള അവർക്ക് ഡ്രസ് ചേഞ്ചിനൊക്കെ ഒരു പ്രത്യേക ഇത് വേണമല്ലോ, മീൻ സീക്രസി വേണമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ പല ഉദ്ദേശങ്ങളുണ്ട് ഓരോന്നിനും. അങ്ങനെ പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ നടന്മാരും നമ്മൾ അതുപോലെ ബിജു മേനോൻ ചേട്ടൻ അല്ലെങ്കിൽ സുരാജ് ചേട്ടൻ അദ്ദേഹം പെട്ടെന്ന് ഓർക്കുന്ന എല്ലാവരും വളരെ സിമ്പിളാണ്. നമ്മൾ അടുത്ത നമ്മൾ ഷൂട്ട് ചിലപ്പോൾ 5-10 ദിവസമൊക്കെ ഉണ്ടാവില്ല. ആ 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ കൂടെ ക്ലോസ് ആവും. പിന്നെ ഭയങ്കര നമ്മുടെ വീട്ടിലെ ആളെ പോലെ തന്നെ പല ആൾക്കാർ നമ്മുടെ വീട് ഇവിടെ വരുമ്പോൾ വിളിക്കുകയും ചിന്തിക്കാൻ ഒത്തിരി പേര് നമ്മുടെ പല സുഹൃത്തുക്കളുണ്ട്. ഇവിടെ ഇതിലേ പോയി നമ്മൾ വിളിക്കും. ഇവരൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇവിടെ പാലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നല്ല ബന്ധം പുലർത്തുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാരെയും താല്പര്യം പറഞ്ഞു എങ്കിലും ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ട് തോന്നിയ ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു നടൻ ആരാ? അല്ല, അതങ്ങനെയാണെന്ന് അറിയോ, നമ്മളെ ഒരു പ്രത്യേകിച്ച് അതിന് സാങ്കേതികമായിട്ട് ആ ചോദ്യത്തിന്റെ പ്രശ്നം കൂടെ ഉണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും നമ്മൾ കണക്റ്റായി പോയേ പറ്റും. കംഫർട്ട് സോണിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ നടന്മാരും, കാരണം എൻ്റെ അനുഭവത്തിൽ തീർച്ചയായിട്ടും ഒരു കോമ്പിനേഷൻ സീനാണെങ്കിൽ അത് നന്നാവണമെങ്കിൽ 2 പേരും ചെയ്ത് നന്നാവും. അപ്പോൾ നമ്മളെ ഇതിപ്പോൾ നമ്മൾ പുതിയ ആളെന്ന നിലയിൽ ഇവരൊക്കെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏത് തോന്നും എനിക്കങ്ങനെ റിവേഴ്സ് ആംഗിൾ ചെയ്ത ഒരാളെ പോലും ഞാൻ ഓർക്കുന്നില്ല. ഓരോരുത്തർ രീതി വ്യത്യാസം കാണും. ചിലർ ചില ദേഷ്യത്തോടെ പറയും, ചിലർ നല്ല ഭംഗിയായിട്ട് പോലെ കംഫർട്ട് ലാലേട്ടനെ മോനെ അങ്ങനെ ഞാൻ പറയും. അതങ്ങനെ തന്നെ. എനിക്കങ്ങനെ വലിയ തിരുത്തലൊന്നും വന്നിട്ടില്ല. പറഞ്ഞ പിന്നെ എനിക്ക് കുറച്ച് റഫായിട്ട് പറഞ്ഞ പൃഥ്വിരാജ് അദ്ദേഹം കുറച്ചുകൂടെ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പറയും. അതങ്ങനെയല്ല, അങ്ങനെ പറയും. ചിലപ്പോൾ വേറൊരാളുടെ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു പേടിപ്പിക്കുന്നവരൊക്കെ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ രീതിയാണ്, ടോണാണ്. ഒരിക്കലും പുള്ളി ദേഷ്യപ്പെടും, ഒരു ഭംഗിയാക്കാൻ വേണ്ടി പറയുന്ന ഒരു റെക്കമെൻഡേഷനാണ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ ഒരാളെ പോലും അങ്ങനെ എനിക്ക് മോശമായിട്ട് പറയാനില്ല, അതുകൊണ്ട് ഒരാളെ എടുത്ത് പറയാനുമില്ല. എല്ലാവരും എനിക്ക് നല്ല കംഫർട്ട് സോൺ നന്നായിട്ട് നമുക്ക് കംഫർട്ടാക്കി വിട്ടിട്ടുള്ളൂ. കാരണം ആ സീൻ നന്നാവണമെങ്കിൽ 2 പേരും പെർഫോം ചെയ്യണം. അപ്പം ഒരാൾ പെർഫോം ചെയ്യുന്നതിൽ അവർ നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞത് അതങ്ങനെ ചെയ്യും. അതെനിക്ക് പലപ്പോഴും പറയാറുണ്ട്. ചിലപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയിൽ ആഘോഷം എന്ന് പറയുന്ന മൂവി, അതിനകത്ത് ഞങ്ങൾ കോമ്പിനേഷൻ ഒന്ന് വിജയരാഘവൻ ചേട്ടനും കുട്ടേട്ടനും പിന്നെ രഞ്ജി പണിക്കരത്. അപ്പം ഞങ്ങൾ കോമ്പിനേഷൻ ഞാൻ പറയുന്ന ഒരു ഡയലോഗിലാണ്. അപ്പം രഞ്ജിയേട്ടൻ പറഞ്ഞു, അത് ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പം നമുക്ക് അപ്പം കുട്ടേട്ടൻ പറഞ്ഞു ശരിയാണ്.
അപ്പം നമുക്ക് ആ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ആ സ്ലാങ് ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ ഒത്തിരി പറഞ്ഞു തരും. അപ്പം അതൊക്കെ വലിയ ഉപകാരമാണ്, വലിയ സന്തോഷമല്ലേ നമുക്ക് അവർ പറയുന്നത്. ഇപ്പൊ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു പണ്ടൊക്കെ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ട് നാടകങ്ങളിലും അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ സിനിമയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ക്യാമറയ്ക്ക് ഫ്രണ്ടില് അത് സിനിമയുടെ ഷൂട്ടിൽ നിൽക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലുള്ളൊരു തോന്നൽ? എന്തായിരുന്നു ആ തോന്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാലങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ഇഷ്ടമാണ്, വളരെ അപ്രതീക്ഷിതമായിട്ട് വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ യാദൃശ്യമായിട്ടാണ് വന്നത്. ഇപ്പൊ ഇത് എനിക്ക് അങ്ങനെ വലിയ വറീസ് ഒന്നുമില്ല. കാരണം ഇത് അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. കാരണം ഇതിപ്പോ നമ്മളൊരു കരിയർ ആവുമെന്ന് അന്നേരം ചിന്തിക്കുന്നില്ല. എനിക്ക് വളരെ യാദൃശ്യമായിട്ട് കിട്ടിയ ഒരു സിനിമയിൽ ഒരു അവസരം എന്ന് മാത്രമേ അന്നേരം ചിന്തിച്ചുള്ളൂ. അപ്പൊ നമ്മൾ പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുക ഈ ഒരു സ്റ്റേജ് ഫ്രൈറ്റ്നസ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഇതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നതോ നമ്മൾ വറീഡ് ആവുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് ഉണ്ടോ ഇല്ല ഇല്ല എന്ന രീതിയിലാണ് ചെയ്തത്. അപ്പൊ എനിക്കത് വലിയ വറിയും തോന്നിയില്ല. പിന്നെ ബേസിക്കലി ഞാനൊരു മോട്ടിവേറ്റഡ് ട്രെയിനറാണ്. ഞാൻ ഈ അത്യാവശ്യം ക്ലാസ്സുകളിൽ സ്കൂളിൽ കോളേജുകളിൽ ഫാമിലിക്ക് അങ്ങനെ ചെയ്യുന്ന JC ഇൻട്രാക്ഷനിലെ ഒരു നാഷണൽ ട്രെയിനറാണ്. അപ്പൊ എനിക്ക് അങ്ങനെ സ്റ്റേജ് ഫ്രൈറ്റ്നസ് എനിക്ക് ചെറുപ്പത്തിൽ എന്റെ സുഹൃത്തുക്കൾ പറയും നാണോ ഇല്ല വാനോ ഇല്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫ്രൈറ്റ്നസ് ഉണ്ടായിരുന്നില്ലായിരുന്നുകൊണ്ട് എനിക്ക് ക്യാമറയ്ക്ക് 10 പേര് ഇപ്പോൾ എന്തായാലും ഞാനതൊന്നും അറിയുന്നില്ല. ഞാൻ സ്വയമായിട്ടൊരു മെഡിറ്റേഷനൊക്കെ എടുത്തിട്ട് നമ്മളൊരു അങ്ങനെ ചെയ്തു. അപ്പം എനിക്ക് അങ്ങനെ ഭയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സിനിമ കഴിഞ്ഞ് അന്ന് നൈറ്റ് ആയപ്പോൾ അന്ന് നൈറ്റ് കിടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം എല്ലാവരും നല്ല കൈയടി ഫസ്റ്റ് ഷോട്ട് കൈയ്യൊക്കെ അടിക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ഒരു. അപ്പം ഞാൻ അന്ന് നൈറ്റിൽ ശരിക്കും ആക്ച്വലി അവിടെ തന്നെ കിടന്നു, അവിടെ ഹോട്ടലിൽ കിടന്നു നോക്കാം. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ ഒരു കരിയറാക്കി മാറ്റണോ. അങ്ങനെ ചിന്ത ഞാൻ അപ്പോഴാണ് വന്നത്. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. മാത്രമല്ല ഇന്നത്തെ കാലത്ത് അറിയാം കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കൃഷി കൊണ്ടൊന്നും വലിയ വരുമാനമായിട്ടോ ലാഭകരമായിട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ബ്രേക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഓടിക്കാമെന്നല്ലാതെ സേവിങ്സ് ഉണ്ടാക്കാൻ കൃഷി കൊണ്ട് ഒരു സാധനം നമുക്ക് അത്യാവശ്യം. എന്നോട് ചോദിച്ചു കൃഷി എന്ന് വെച്ചാൽ ഏലം ഒഴുകി ഇവിടെ ഉണ്ടാകുന്ന ഏലം ഒഴുകി ബാക്കി എല്ലാ കൃഷികളും എനിക്കുണ്ട്. റബ്ബർ, തെങ്ങ്, കോഴി, കുരുമുളക്, ജാതി, കൊക്കോ എല്ലാം കൊണ്ടും എനിക്കൊരു കപ്പ. എന്നാലും നമ്മൾ ഇതൊക്കെ നമുക്ക് ജീവിച്ചു പോകാനുള്ളതല്ലാതെ പണ്ട് കാലത്താണ് നമുക്ക് ഇത് ഒത്തിരി സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ലേബർ കോസ്റ്റ് ഒക്കെ ഭയങ്കര കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷൻ ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് വേറെ ഒന്നിൻ്റെ പരിപാടി ചെയ്തു. ഈ ചെറിയ ബിസിനസ് ചെറിയ തകർച്ചകളൊക്കെ വന്നു. ഇതിനിടയ്ക്ക് ഞാനൊരു ബാംഗ്ലൂർ ഹോട്ടൽ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വന്നിരുന്നു. പക്ഷേ അതിന് ചെറിയൊരു പാർട്ണർഷിപ്പ് ഇഷ്യൂ വന്നു. അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നു. അതിന് ശേഷം ഞാനൊരു KSE വഴി ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 11 kV അണ്ടർഗ്രൗണ്ട് കേബിളാവുന്ന ലേബർ കോൺട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതും പിന്നെ അത് കോവിഡൊക്കെ ആയപ്പോഴത്തേക്ക് അത് കുറേ കൺസ്ട്രെയിൻസ് ഒക്കെ വന്നു. അതും എല്ലാം ഒന്ന് ഹോൾഡ് ചെയ്തു. പിന്നെ ഈ സിനിമയുടെ മോഹം കൂടിയപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചു. പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അതാണ് സംഭവിച്ചത്. അതെ അതെ. അപ്പം ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ നെഗറ്റീവ് റോള് ചെയ്യാനാണോ അതോ ക്യാരക്ടർ റോള് ചെയ്യാനാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് നെഗറ്റീവ് റോളാണ് ഇഷ്ടവും ഈസി. എനിക്ക് റഫായിട്ട് കാരണം എൻ്റെ ലുക്ക് ആളുകൾ പറയുമ്പോൾ കണ്ട അങ്ങനെ ചില എനിക്ക് ബേസിക്കലി ആദ്യം ഒരു ഉദാഹരണം പറയാൻ കാരണം ഒന്നെങ്കിൽ കൺട്രോളിൽ വിളിച്ചിട്ട് നമ്പർ കൊടുക്കും, അസിസ്റ്റന്റ് ഡയറക്ടർ വിളിക്കും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും ചേട്ടാ ഒരു നെഗറ്റീവ് സാധനമാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അവർ ഓർക്കുന്നത് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ എന്നൊക്കെ ചോദിച്ചാൽ ചേട്ടൻ ലുക്ക് അങ്ങനത്തെ ഒരു ബ്യൂട്ടി ലുക്കാണ്, നമുക്ക് ഒത്തിരി മേക്ക് ഓവർ ചെയ്യേണ്ട ഒരു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം പറഞ്ഞു എന്നൊക്കെ ഞാൻ പറയുകയെ. അപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിൾ നെഗറ്റീവ് ചെയ്യാൻ എനിക്ക് കംഫർട്ടബിൾ. പിന്നെ കാരണം നമുക്ക് എല്ലാം ചെയ്യണം, എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാര്യം എനിക്ക് ഞാൻ ആദ്യകാലത്ത് ചെയ്യുന്ന സിനിമയിൽ ഭൂരിഭാഗം ഒന്നെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ ഒരു അച്ചായൻ. ഈ 5 കറങ്ങി തിരിച്ചപ്പോഴും വരും എൻ്റെ ലുക്ക് വെച്ചിട്ട്. ഞാൻ ആക്ച്വലി ഇതിപ്പം ഈ ഗെറ്റപ്പ് മാറ്റി പിടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മീശ വെച്ചിട്ടുള്ള താടിയില്ലാത്ത ലുക്കാണ് ഡൈ ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ ലുക്കിൽ നമ്മൾ പൊക്കോണ്ടിരുന്നത്. എനിക്ക് അതുകൊണ്ട് ഒരു അഭിനയ സാധ്യത ഇതാണെന്ന് തോന്നി. ഇപ്പം ഞാൻ ആക്ച്വലി ഒരു മൂവിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വെച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഈ ഗെറ്റപ്പ് ഇത് കളയണ്ട ഇത് വെച്ച് പിടിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പം 4 മൂവിയിലും 3 വർഷത്തിൽ ഇപ്പം ഇങ്ങനെ തന്നെ ഇത് അതുകൊണ്ട് കളഞ്ഞില്ല. ഇപ്പം ഇങ്ങനെ തുടങ്ങാം. ആ ഒരു മൂവിയുടെ ഒരു 2-3 ദിവസം ഷോട്ട് തീരാനുണ്ട്. അത് കഴിഞ്ഞാൽ എനിക്ക് കളയാം. പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഇത് ഇച്ചിരി അല്പം പിടിച്ച് നോക്കാമെന്ന് വിചാരിക്കട്ടെ. നമുക്കിത് കളയാൻ ഒരു സിംഗിൾ ഡേ മതിയല്ലോ, വളർത്തിയെടുക്കാനുള്ള എന്തെങ്കിലും. അപ്പം അതുകൊണ്ട് കളയാൻ നിർബന്ധമുള്ള നല്ല കറക്റ്റ് വരുമ്പോൾ ഇത് കളയാം, അല്ലാതെ അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീട്ടിലൊക്കെ സപ്പോർട്ട് ആദ്യമേ കല്യാണം കഴിഞ്ഞ് ഫാമിലിയിലോട്ട് വരുമ്പോ അഭിനയ രംഗത്തോട്ട് എത്തിയിട്ടില്ല. പക്ഷെ ഇതിന് പുറകെ നടക്കുന്നുണ്ട്, അതൊക്കെ ഫാമിലിക്ക് അറിയാം. അപ്പൊ ഫസ്റ്റ് മൂവിയിലോട്ട് വിളി വരുന്നു, അഭിനയിക്കുന്നു. അപ്പൊ എന്തായിരുന്നു ഫാമിലിയുടെ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് മൂവിയിലെ വിളിയിൽ എന്റെ വൈഫായിരുന്നു എന്നെ ഏറ്റവും സപ്പോർട്ട്. സിനിമയിലെ എന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു.
പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത് സിനിമയിൽ ഷൂട്ടായി സ്ഥിരമായി പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞ് വരുന്നു എന്നൊക്കെ വരുമ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞാൽ ഈ പരിപാടി അത്രനല്ല നമ്മൾ പ്രത്യേകിച്ച് അപ്പൊ പൊതുവേ വീട്ടിൽ എൻ്റെ അമ്മയും വൈഫും 2 കുട്ടികളും അങ്ങനെ പുരുഷന്മാരില്ലാത്തതുകൊണ്ടും ഒക്കെ അങ്ങനെ മാത്രമല്ല എൻ്റെ വലിയൊരു തോട്ടത്തിന് നടുവിൽ അനുഭവിക്കുന്ന പിന്നെ കുറച്ച് പണിക്കാർ ഭായിമാര് ഒക്കെ ഉള്ളൂ. അത് അതിലൊക്കൊന്നും വീടൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് പറയും എന്നും പൊക്കും എന്നും നൈറ്റ് വന്നിട്ട് രാവിലെ പൊക്കും അതൊക്കെ എന്ന് പറയും. പക്ഷേ നമ്മളങ്ങനെ യൂസ് ചെയ്യാൻ കാരണം സിനിമയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്കിപ്പം പാലക്കാട് നടക്കുന്ന അല്ലെങ്കിൽ ചെന്നൈ നടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പ്രായോഗികമാണ്. ഇപ്പം അവർ ഭയങ്കര അഡ്ജസ്റ്റഡായി, അവർക്ക് മനസ്സിലായി. പിന്നെ മാത്രമല്ല ഇപ്പം പലപ്പോഴും പല സംവിധായകരും അല്ലെങ്കിൽ നടന്മാരും ഒക്കെ ഒരു വീട്ടിൽ കൂടെ കയറുമ്പോൾ സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണല്ലോ എല്ലാവരും ഇങ്ങനെ ഇപ്പം സിദ്ദിഖായൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിശേഷമൊക്കെ പറയാറുണ്ട്. ഇതിങ്ങനെ സിനിമ എങ്ങനെയാണ് സിനിമയ്ക്ക് വേണ്ടി മാറി നിൽക്കണം, അല്ലാതെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പലരും പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റി. ഇപ്പം വളരെ സപ്പോർട്ടാണ്, സന്തോഷമാണ്. മാത്രമല്ല നമ്മൾ തുടക്കത്തിലൊക്കെ നമുക്ക് വളരെ തുച്ഛമായ പൈസയ്ക്കില്ലേ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാലത്ത് നമുക്ക് മാന്യമായിട്ട് വരുമാനവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും മാത്രമേ കൃഷി കൊണ്ട് കാര്യമില്ല അവർക്കും അറിയാം, വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് എല്ലാ തരത്തിലും ഒരു ഭംഗിയായപ്പോൾ അവർ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ്. പിള്ളേർക്ക് വളരെ ഹാപ്പിയാണ്, പിള്ളേർക്ക് സന്തോഷമാണല്ലോ. കാരണം സിനിമ ഓരോ സിനിമ കഴിയുമ്പോൾ കൂട്ടുകാരി എന്ന് അപ്പേ കണ്ടു എൻ്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്, സന്തോഷം. അപ്പം ഇനി എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ? പുതിയത് ഇതിനിടയ്ക്ക് ഞാനും എൻ്റെ 4-5 സുഹൃത്തുക്കൾ കൂടി മൂവി പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ശുക്രൻ എന്നാണ് മൂവിയുടെ പേര്. ആ മൂവി നമ്മൾ ആക്ച്വലി ഓണത്തിന് റിലീസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. അതിൽ 3 ആർട്ടിസ്റ്റ് ഹീറോസാണ്, 3 പേര്. ഒന്ന് ഷൈൻ ടോൺ ചാക്കോ, ഒന്ന് ബിബിൻ ജോർജ്, ഒന്ന് ചന്തുനാഥ് വേണ്ടപ്പോൾ. ഇവർ 3 ലീഡ് ചെയ്ത്. നായിക ആദിയ പ്രസാദ് എന്ന് പറഞ്ഞ് മലയാളിയാണ്, പക്ഷേ ആക്ച്വലി 3-4 തമിഴ് മൂവിയിലാണ് ചെയ്തേക്കുന്നത്. മലയാളം 2 ചെയ്തിട്ട് റിലീസാകുന്നുള്ളൂ. പിന്നെ ഒരു 22 ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം അതുപോലെ അശോകൻ ചേട്ടന്, അല്ലെങ്കിൽ മാലാപാർവതി, തുഷാരപിള്ള, അങ്ങനെ ഞാൻ പറഞ്ഞത് ആർട്ടിസ്റ്റുകളായിട്ട് ആസിസ് വന്നാണ് ഉണ്ട്. പടം അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ടെന്ന് കരുതുന്നു. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിച്ചത്. ബാക്കിയുള്ളവർ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നല്ല ചോദിച്ചു. നമുക്ക് ഓണത്തിന് തീരെയല്ല, ചെറിയ പ്രശ്നങ്ങളുണ്ട്. കോട്ടയം ബസ്സിലുണ്ട്, അദ്ദേഹത്തിന് കുറേ ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു ജയിലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡേറ്റിൻ്റെ കുറേ പ്രശ്നം വന്നുകൊണ്ട് ഒരു 4 ദിവസം സോങ് ഷൂട്ട് നടത്തിയിട്ടാണ്. സീൻസ് എല്ലാം കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് പൂജയ്ക്ക് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആ പടം. പിന്നെ ഇനി ഞാൻ അഭിനയിച്ചിൽ വരാനുള്ള പടങ്ങളൊന്ന് ആഘോഷം, ഒന്ന് മധുവിധു, ഒന്ന് കണിമംഗലം കോവില്. 3 പടം റിലീസ് ആവാനുണ്ട്. ഏത് രീതിയിലായിരിക്കും സ്ക്രീനിൽ കാണാൻ. അപ്പം സിനിമയില് മാത്രമല്ല പാട്ട് കൂടെ പാടും. പാട്ട് അത് എനിക്ക് ഒട്ടും വഴങ്ങിയല്ലാത്തൊരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഈ തമാശ കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒച്ച കേൾപ്പിക്കാൻ വേണ്ടി കേൾക്കുന്നതല്ലാതെ പാട്ട് പാടാൻ യാതൊരു കഴിവുമില്ല. അത് ഉള്ള നിലയിലേ കളയുള്ളൂ. ഇതുവരെ ചെയ്യുന്ന ഈ സംസാരത്തിന്റെ ഭാഷയുടെ ഭംഗി എല്ലാം പോകും. അതുകൊണ്ട് അദ്ദേഹം അതിനെന്നെ വേറെ ഏത് തോന്നിവാസം കാണിക്കാം. കാരണം അത് എന്റെ സൗണ്ട് എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും വെച്ചാൽ എനിക്ക് ആ പാട്ട് മിമിക്രി ഒന്നും വെച്ചിട്ടില്ല. അതാ പറഞ്ഞത്, നമുക്ക് ഉള്ള വില കളയരുത് എന്നൊരു അഭ്യർത്ഥനയാണ്. ഓണം നമ്മുടെ എല്ലാ കാലത്തും അറിയാമല്ലോ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് മതത്തിലുള്ള ആളുകളാണല്ലോ ഒരുമിച്ച് ആസ്വദിച്ച് ആർത്തുല്ലസിക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത്. എപ്പോഴും ഓർമ്മ വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ലയൻസ്, ഞാൻ പാലാ ലയൻസ് ക്ലബ്ബിൽ മെമ്പറാണ്. രാമപുരത്ത് JCസിൻ്റെ മെമ്പറാണ്. ഞങ്ങൾക്കൊക്കെ എൻ്റെ ചെറുപ്പം പോലെ എൻ്റെ ഫാദറും ഒക്കെ ക്ലബ്ബിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണത്തിന് അന്ന് തന്നെയാണ് ഞങ്ങൾ പാലായിലെ ക്ലബ്ബിലെ ആഘോഷം. അന്ന് രാവിലെ മുതൽ പറഞ്ഞാൽ വടംവലി മുതൽ എല്ലാ ഒരു ഉച്ച വരെയുള്ള സമയത്ത് ഒരു ഏകദേശം 4-5 മണിക്കൂറോളം എല്ലാത്തരം കളികളും വടംവലി തുടങ്ങി. അതെ അതെ അതെ, ചാക്കിലോട്ടം മുതൽ അങ്ങനെ എല്ലാത്തരം കളികളും. ഓണത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ ലെമൺ ആൻഡ് സ്പൂൺ റേസ്, അങ്ങനെ കുറെ ക്യാൻഡിൽ റേസ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഈ പറയുന്ന ക്ലബ്ബുകളിലൊക്കെ ഇത് കണ്ടക്ട് ചെയ്തും കോർഡിനേറ്റ് ചെയ്ത് ഞാനായിരിക്കും. അതൊരു 30 വർഷമായിട്ട് ഒരു 2000 മുതൽ എല്ലാ തവണയും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഞാനായിരിക്കും. അതെന്നെ ഏൽപ്പിക്കുമോ, ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കിയില്ല. അപ്പൊ ഇത് ഒരു കോർഡിനേറ്റർ ആൾ വേണമല്ലോ. അപ്പൊ അങ്ങനെ ഏൽപ്പിക്കും. അപ്പൊ നമ്മളതുകൊണ്ട് സത്യത്തിൽ എനിക്ക് ഇത് ആസ്വദിക്കാൻ വലിയ പറ്റിയിട്ടുണ്ടെങ്കിലും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്നും നമ്മളായിരിക്കും ഇതിന് വടംവലിയാണ് റെഫറി നമ്മളായിരിക്കും, ഇനി ചാക്കിലോട്ടമാണെങ്കിൽ റെഫറി നമ്മളായിരിക്കും, മറ്റേ എല്ലാത്തിനും നമ്മൾ ഈ ജഡ്ജോ ഒക്കെ ആയിട്ടൊക്കെ മാറും. അപ്പൊ അതുകൊണ്ട് എന്നാൽ എനിക്ക് അതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ഓണത്തിനും വളരെ സന്തോഷമായിട്ട് ആസ്വദിക്കാറുണ്ട്.
അതുപോലെ ഇവിടുത്തെ ക്ലബ്ബിലാണെങ്കിലും ഉണ്ട്. പിന്നെ അറിയാമല്ലോ പൊതുവായിട്ട് ഫാമിലി ഗെറ്റ് ടൂറിലൊക്കെ ഓണത്തൊക്കെ എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഒരു വീട്ടിലൊക്കെ കൂടി വെച്ചിരുന്നാലും കൂടി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇലയിലായിരിക്കും സദ്യ. എന്ത് ഈവനിങ് ആണെങ്കിൽ പോലും നമ്മൾ ഇലയിൽ സദ്യ ആയിരിക്കും, വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും. അങ്ങനെയൊക്കെ തന്നെ ഓണം നമ്മൾ മഹാബലി അതുപോലെ ഒരു 4-5 വർഷം മഹാബലി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളുണ്ട് ഓണം എന്ന് പറയുമ്പോൾ. നാട്ടിലെ ഓണം അങ്ങനെയൊക്കെ സെറ്റിൽ എപ്പോഴെങ്കിലും ഓണം ആഘോഷിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2 തവണ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതെ. അപ്പൊ ഇത് മിസ് ചെയ്തില്ലേ ഇവിടുത്തെ ശരിക്കും മിസ് ചെയ്തു. മൂവിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ തന്നെ ആണെങ്കിൽ അങ്ങനെ ആയി പോകും. രീതി ഇത് തന്നെ. ഷൂട്ട് അതെ, ഒറ്റ വ്യത്യാസമുള്ളൂ. ഷൂട്ട് ഒരു മഹാബലി ഉണ്ടാവും ചിലപ്പം. ഷൂട്ട് കഴിയുന്നു ഇലയിൽ സദ്യ. അത് അത്ര സിനിമയ്ക്ക് പറ്റുള്ളൂ. കാരണം അറിയാമല്ലോ 100-150 വർക്ക് ചെയ്യുമ്പോൾ അവിടെ 1 മണിക്കൂർ ബ്രേക്ക് ആയാലും ഉണ്ടാകുന്ന പ്രൊഡ്യൂസറെ നഷ്ടവും അറിയാവുന്നതുകൊണ്ട് വേറെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പായസം 3 കൂട്ടം പായസവും ഇലയ സദ്യയും കൊണ്ട് അത് മിക്കവാറും ആർട്ടിസ്റ്റുകൾ തന്നെയായിരിക്കും വിളമ്പിയെ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു രസം. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതെ, എല്ലാവരുടെ കൂട്ടത്തിലേക്ക് ഇരുന്ന് അതൊരു ഭയങ്കര രസമാണ്. അതാണ് സെറ്റിലേക്ക് ഓർമ്മ. അങ്ങനെയാവും. അപ്പോൾ തിരക്കാന്നറിയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് പോകണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി ഒരു സമയം തന്നപ്പോൾ നമ്മൾ പിടിച്ചിരുത്തി ചോദിച്ചതാണ്. അപ്പൊ ഒരുപാട് സമയമൊന്നും കളയുന്നില്ല. അപ്പം സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ തൃശ്ശൂർ പ്രേക്ഷകരോടൊപ്പം ഈ ഒരു ഓണം ആഘോഷമാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പറഞ്ഞ പടങ്ങളൊക്കെ കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ എല്ലാവരും പോയി കാണണം. നമ്മുടെ സഞ്ജു ചേട്ടന്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാം എങ്ങനെയാണ്. അപ്പൊ എന്നാലും ഏത് രീതിയായിരിക്കും, ഏത് ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ എല്ലാവരും പോയി കാണണം. അപ്പൊ ഒരുപാട് സന്തോഷം സഞ്ജു ചേട്ടാ. ഓണാശംസകൾ. താങ്ക് യു ആൻഡ് സെയിം ടു യു. വളരെ സന്തോഷം. നിങ്ങളുമായിട്ടും ചാനൽ നമ്മളിപ്പോൾ കാണാറുള്ളതാണ്. ചാനലുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് എനിക്ക് അറിയാവുന്നവരാണ്. വളരെ സുഹൃത്തുക്കളാണ്. നന്നായി പോകുന്നുണ്ട്. നല്ല പ്രോഗ്രാംസാണ് കാണാറുണ്ട്. എന്തായാലും നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാനായിട്ടൊരു അവസരം ഒരുക്കിയതിൽ ഒത്തിരി സന്തോഷം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ പ്രത്യേകം ശുക്രൻ എന്ന പേരെന്ന് പറഞ്ഞേക്കുന്ന സിനിമ മനസ്സിലൊന്ന് ഓർമ്മ ഉണ്ടാവണം. എല്ലാവരും കാണണം. സിനിമയെ വിജയിപ്പിക്കണം, സിനിമകളെ വിജയിപ്പിക്കണം. സന്തോഷം. താങ്ക് യു.